അള്ളാഹു ആകുന്ന ഉടമസ്ഥൻ നമ്മുടെ ശരീരം 2 പാർട്ടായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന്, നാം നോക്കിയാൽ കാണുന്ന ബാഹ്യമായ അവയവങ്ങൾ. 2, ഒരവയവം മുറിച്ച് പൊളിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയാത്ത ആത്മീയ ഭാഗങ്ങൾ. രണ്ടിൻ്റെയും വളർച്ച, ഉയർച്ച, സംശുദ്ധി അതൊക്കെ ചേർന്നുകൊണ്ടാണ് ഇസ്ലാം, ഈമാൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഇസ്ലാമും ഈമാനും ഉള്ളതോടൊപ്പം അത് രണ്ടും ചേർന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നമ്മുടെ അറിവിൻ നിരാവിലൂടെ നമ്മുടെ സഫ്വാൻ സഖാഫി അവർകൾ ആ ഇഹ്സാൻ മാതൃകാപരമായി ചെയ്ത് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമാണ്. ഇഹ്സാൻ എന്നത് 2 പാർട്ടാണ്. ഒന്ന്, ഉടമസ്ഥനായ അള്ളാഹുമായി ബന്ധപ്പെട്ട ഇഹ്സാൻ. അതെങ്ങനെയാണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷേ ഇരുട്ടും വെളിച്ചവും വ്യത്യാസമില്ലാതെ, രാവും പകലും വ്യത്യാസമില്ലാതെ അള്ളാഹു നമ്മെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ദൃഢമായ വിശ്വാസത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക, വഴിപ്പെടുക, ആരാധിക്കുക. അതാണ് ഇഹ്സാൻ എന്നതിൻ്റെ ടോപ്പ് പദവി. മഹാന്മാരെല്ലാം അങ്ങനെയാണ് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. ലോകമാന്യമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അഹന്തയില്ലാത്ത, ഞാൻ അള്ളാഹുവിന് മുമ്പിലുള്ള ഒരു കൊച്ചു അടിമ മാത്രമാണ്. എൻ്റെ കണ്ണും കാതും കൽബും നാക്കും മൂക്കും അടങ്ങുന്ന എല്ലാം എൻ്റെ കയ്യിൽ ഒരു സൂക്ഷിപ്പ് മുതലാണ്. ഇതിനെല്ലാം ഒരു ഉടമസ്ഥനുണ്ട്. ഉടമസ്ഥൻ പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യലാണ് എൻ്റെ ധർമ്മം. ആ ഒരു വിശ്വാസത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നട്ടുച്ച സൂര്യൻ്റെ വെളിച്ചത്തിലും നട്ട പാതിരാവിൻ്റെ കൂരിരുട്ടിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നു. ആ നിലക്ക് ചൊല്ലുന്ന ദിക്ർ, ചെയ്യുന്ന ഇബാദത്ത്, ചോദിക്കുന്ന പ്രാർത്ഥന, ഇതെല്ലാം ഇഹ്സാൻ എന്നതിൻ്റെ ടോപ്പ് വിഷയത്തിൽ വരുന്ന ആശയങ്ങളാണ്. രണ്ടാമത്തത്, ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം അള്ളാഹുവിൻ്റേതാണ്. എല്ലാം അള്ളാഹുവിൻ്റേതാണ്. കടലിലും കരയിലുമായി നിറഞ്ഞു നിൽക്കുന്ന സചേതന അചേതന വസ്തുക്കൾ അള്ളാഹുവിൻ്റേതല്ലാതെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇഹ്സാന്റെ ആളുകൾ എന്തു ചെയ്യണം? അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും നമുക്ക് അള്ളാഹു നൽകിയത് നാം ഉപയോഗിക്കുമ്പോൾ, ഇഹ്സാൻ എന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ പാർട്ട്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ വിനിയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി ഉപയോഗിക്കുക. അതാണ് ഇഹ്സാൻ. ഒരാൾക്ക് അള്ളാഹു നൽകിയത് പാണ്ഡിത്യമാണ്, അതിൻ്റെ ഉപയോഗത്തിൽ മറ്റുള്ളവർക്കെല്ലാം ഉപകാരപ്രദമായി. ഒരാൾക്ക് നൽകിയിരിക്കുന്നത് പണമാണ്, അതിൻ്റെ ഉപയോഗത്തിൽ മറ്റുള്ളവർക്കെല്ലാം ഉപകാരപ്രദമായി. ഒരാൾക്ക് നൽകിയിരിക്കുന്നത് ആരോഗ്യമാണ്, അതിൻ്റെ ഉപയോഗത്തിൽ മറ്റുള്ളവർക്കെല്ലാം ഉപകാരപ്രദമാണ്. ഒരാൾക്ക് നൽകിയിരിക്കുന്നത് നല്ല സ്വാധീനമാണ്, അയാളുടെ വാക്കിന് വലിയ വിലയാണ്, അത് മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്രദമായി. ഇങ്ങനെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി ഉപയോഗിക്കുക. അതാണ് ഇഹ്സാൻ എന്നതിൻ്റെ മറ്റൊരു പാർട്ട്. ഇത് രണ്ടും ചേർന്നതാണ് ഇസ്ലാം. ഒരു ഭാഗത്ത് ദിക്ർ, സ്വലാത്ത് ചില ആളുകൾ നല്ലപോലെ ചൊല്ലി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ പോലും ഒരു രൂപയുടെ സഹായം ചെയ്യും. മറ്റു ചില ആളുകൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ സഹായിക്കാൻ വളരെ മുൻപന്തിയിലാണ്, ഓടിച്ചാടി എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും. പക്ഷെ നിസ്കാരം പോലത്തെ കാര്യങ്ങളിൽ വളരെ പുറകിലാണ്. ഇവർ 2 കൂട്ടരും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരല്ല. അള്ളാഹു പറഞ്ഞത് രണ്ടും ചേർന്നതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി ചരാചരങ്ങളോടെല്ലാം നമുക്ക് കടമകളുണ്ട്, അത് നിർവഹിക്കാം. അപ്പൊ ഇഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു ചരിത്രം ഓർമ്മ വരികയാണ്. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരെ സമീപിച്ചുകൊണ്ട്, കുറച്ച് പ്രായമുള്ള ഒരാൾ, അദ്ദേഹം അഗ്നി ആരാധകനാണ്, തീയിനെ ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം നബിയെ, നിങ്ങൾ വലിയ സൽക്കാരപ്രിയനും വലിയ ഭക്ഷണം കൊടുക്കുന്ന ആളുമാണല്ലോ, എനിക്കൊരു പൊതി ഭക്ഷണം വേണം, എനിക്ക് വിശപ്പുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ പറഞ്ഞുപോയി, നിനക്ക് ഭക്ഷണം തരാം, പക്ഷേ നിന്റെ ഈ അഗ്നി ആരാധന ഒന്ന് മാറിയിട്ട് നീ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളാവണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ വന്നത് ആരാധനയും വിശ്വാസവും തീരുമാനിക്കാനല്ല, എന്റെ വിശപ്പിന് പരിഹാരത്തിനാണ്. ഇബ്രാഹിം നബി വീണ്ടും പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് ഭക്ഷണം തരാലോ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഞാനിപ്പോ വിശ്വാസകാര്യം പറയാൻ വന്നതല്ല, എനിക്ക് വിശക്കുന്നു. 3 പ്രാവശ്യം ആവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അദ്ദേഹം തിരികെ പോയി. ആ അഗ്നി ആരാധകനായ ആൾ ഭക്ഷണം കിട്ടാതെ തിരിച്ചുപോയി. തിരിച്ചുപോയ ഉടനെ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയെ, നിങ്ങൾ എന്തൊരു കാര്യമാണ് ചെയ്തത്. ആ മനുഷ്യന് ഏകദേശം 60-70 വയസ്സായി. അദ്ദേഹം ജനിച്ചത് മുതൽക്കേ അഗ്നി ആരാധകനാണ്.
അദ്ദേഹം ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ അള്ളാഹുവാണ് അദ്ദേഹത്തിന് ഭൂമി താമസം ചെയ്തു കൊടുത്തത്. അള്ളാഹുവാണ് വായു കൊടുക്കുന്നത്, അള്ളാഹുവാണ് വെള്ളം കൊടുക്കുന്നത്, ഇതുവരെ അള്ളാഹുവാണ് ഭക്ഷണം കൊടുത്തത്. അള്ളാഹു താല നീ മുസ്ലിം ആവണം, നീ തൗഹീദിന്റെ വിശ്വാസിയാകണം എന്നൊരു ഡിമാൻഡ് സ്വീകരിച്ചുകൊണ്ടല്ലോ അയാൾക്ക് ഭക്ഷണം കൊടുത്തത്. പിന്നെ നിങ്ങൾ ഒരു പൊതി ഭക്ഷണം കൊടുക്കാൻ എന്തിനാണ് അദ്ദേഹത്തിന് മുമ്പിൽ വിശ്വാസം എന്ന ഡിമാൻഡ് വെച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൂടുകൂടാ കണ്ണീരൊഴിച്ച് ഓടി അദ്ദേഹത്തെ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് അദ്ദേഹത്തെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഭക്ഷണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എങ്ങനെ ഭക്ഷണം? ഞാൻ എന്റെ പഴയ വിശ്വാസത്തിൽ തന്നെയാണ്, പിന്നെ നിങ്ങൾ എന്തേ ഭക്ഷണമായിട്ട് എന്നെ തേടി നടക്കുന്നത്? അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞ ശേഷം എന്റെ അള്ളാഹു എന്നെ വിളിച്ച് എന്നെ ശകാരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിങ്ങൾ 10-70 വയസ്സായി, നിങ്ങൾക്ക് ഇതുവരെ വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടിയത് വിശ്വാസിയായതുകൊണ്ടല്ല, അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലേ? ആ അള്ളാഹു തന്ന ഭക്ഷണമാണ് എന്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഓ നിങ്ങളുടെ അള്ളാഹു അങ്ങനെയാണോ നിങ്ങളോട് കൽപ്പിച്ചത്? അതെ, അള്ളാഹു അങ്ങനെയാണ് കൽപ്പിച്ചത്, എങ്കിൽ ആ അള്ളാഹുവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം കൊടുക്കുന്നിടത്ത്, ഭക്ഷണം കൊടുക്കുന്നിടത്ത്, മറ്റെല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി നമ്മുടെ വരുമാനങ്ങൾ, നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക. ഇവിടെ നമ്മുടെ അറിവിൻ നിലാവിന്റെ സഖാഫി അവർകൾ, ഈ കാണുന്ന ജനാവലി എല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷം രേഖപ്പെടുത്തിയുള്ള ആളുകൾ, അവരുടെ ഹൃദയത്തിന്റെ അറിഞ്ഞ സംഭാവനകൾ അദ്ദേഹം നൽകി. ആ നൽകുന്ന സംഭാവനകളിൽ അനാഥ മക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഇപ്പൊ ഈ ഭാഗത്ത് തന്നെ 15 അനാഥ മക്കൾക്ക് വീട് കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യാനാണ് അദ്ദേഹം പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. 2 ആംബുലൻസുകൾ അവിടെ നിൽക്കുന്നത് നാം കാണുന്നു. ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ സേവനമാണ്! അൽഹംദുലില്ലാ, ഈ സേവനം അദ്ദേഹം ചെയ്യാൻ നമ്മുടെ പ്രസ്ഥാനത്തെ കൂടി ഭാഗഭാക്കാക്കിക്കൊണ്ട് ചെയ്യുന്നു എന്നത് അതിന്റെ പവിത്രത വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിം ജമാഅത്തും SSFും SYSും SMAയും തുടങ്ങിയ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുക. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മളോട് അള്ളാഹുവിന്റെ ഖുർആന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? കൂടെ നിൽക്കാനാണ്, ഒറ്റക്ക് നിൽക്കലല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാനം തവഫനി മുസ്ലിമ വഅൽഹിഖനി ബിസ്വാലിഹീൻ എന്ന. തവഫനി മുസ്ലിമ എന്ന് പറഞ്ഞു നിർത്തിയാൽ മതിയല്ലോ. അള്ളാഹുവെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, അതുപോലെ അത് മതിയല്ലോ, മുസ്ലിമായി മരിക്കുക എന്നുള്ളത് മതിയല്ലോ. പിന്നെ എന്തിനാണ് വഅൽഹിഖനി ബിസ്വാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ചേർക്കണേ, അതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മുസ്ലിമീങ്ങൾ നിൽക്കുന്ന കൂട്ടത്തിൽ നിൽക്കാൻ പാകപ്പെടണം. മുസ്ലിംകളുടെ സവാദുൽ അഅ്ളം, ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിൽക്കണം. ഉദാഹരണത്തിന് ലോകത്തുള്ള മുസ്ലിമീങ്ങളെ നാം പഠിച്ചാൽ 48.5% വരുന്ന മുസ്ലിമീങ്ങൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന സുന്നി വിശ്വാസികളാണ്. 25% വരുന്ന മുസ്ലിമീങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിക്കുന്ന ഷാഫിഈ വിശ്വാസികളായ സുന്നി മുസ്ലിങ്ങളാണ്. 15% വരുന്ന മുസ്ലിമീങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക്കി മദ്ഹബ് സ്വീകരിക്കുന്ന സുന്നി വിശ്വാസികളാണ്. 2% വരുന്ന മുസ്ലിമീങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹംബലി മദ്ഹബ് സ്വീകരിക്കുന്ന വിശ്വാസികളാണ്. ഇത് ടോട്ടൽ എടുക്കുമ്പോൾ 90.5%. ഇനി പുറത്തുള്ളത് 10% തികയാത്തവരാണ്. ആ 10% തികയാത്തവരെയാണ് അവാന്തര വിഭാഗം എന്ന് പറയുന്നത്. ആ അവാന്തര വിഭാഗം എന്ന് പറയുമ്പോൾ സുന്നികളല്ലാത്ത എല്ലാവരും അതിൽ ചേരും. അത് 10% തികയില്ല ലോകത്ത്. അവർ പറയുന്ന ഇസ്ലാമും ബഹുഭൂരിഭാഗം വരുന്ന സുന്നികൾ പറയുന്ന ഇസ്ലാമും തമ്മിൽ എന്താണ് വ്യത്യാസം? ജൂൺ ജൂലൈ മാസങ്ങളിൽ കടലിനെ സംബന്ധിച്ച് പഠിക്കാൻ ഒരാൾ പോയി. കടൽക്കരയിൽ നിൽക്കുമ്പോൾ തിരമാല ഇങ്ങനെ വരികയാണ്, അതിശക്തമായ തിരമാല. ആ തിരമാലകളെ ഇങ്ങനെ കടൽക്കരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കടലിനെ പറ്റി വിധിയായി. കടൽ ഒരു തീവ്രവാദിയാണ്, കടൽ ഒരു ഉഗ്രവാദിയാണ്, കടൽ ഒരു കൊലയാളിയാണ്, കടൽ ഒരു അക്രമിയാണ്. അങ്ങനെ കടലിനെ പറ്റി ഒരു വിധി എഴുതിയിട്ട് അത് നമ്മുടെ പത്രക്കാരും ചാനലുകളും ഒക്കെ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അതങ്ങ് പ്രചരിപ്പിച്ചാൽ അയാൾക്ക് കടലിനെ പറ്റി എന്താ അറിയാം? കടലമ്മ എന്നത് എത്ര വലിയ രോഗമാണ്! ആ കടലമ്മയുടെ വയറ്റിൽ ചെറുതും വലുതുമായി എണ്ണിയാക്കിയിരാത്ത കൊക്കോടി ജീവജാലങ്ങൾക്ക് കടലമ്മ ഭക്ഷണം കൊടുത്ത് പോറ്റുന്നുണ്ട്. അതിന് കടലിന്റെ ആഴത്തിലേക്ക് ഇറങ്ങണ്ടേ പഠിക്കാൻ? ആ കടലമ്മ നമ്മുടെ ഭൂമിയിലേക്ക് നൽകുന്ന, കരയിലേക്ക് നൽകുന്ന ഭക്ഷണം രാജ്യത്തെ ജീവജാലങ്ങളെ ജീവൻ നിലനിർത്തുന്നതിൽ എത്ര വലിയ പങ്കാണ്! ഓരോ രാഷ്ട്രത്തിന്റെയും സമ്പൽ വ്യവസ്ഥ നിർണ്ണയിക്കുന്നതിൽ കടലമ്മയുടെ സഹായം എത്രയാണ്! കടലിലേക്ക് ഇറങ്ങിയാൽ കിട്ടാവുന്ന വലിയ വലിയ പവിഴവും മുത്തുകളും ഒക്കെ എത്ര അമൂല്യ നിധികുംഭങ്ങളാണ്! ആഴത്തിൽ ഇറങ്ങുമ്പോഴല്ലേ കടലിനെ പറ്റി അറിയാം. ഇതൊന്നും പഠിക്കാതെ തിരമാല മാത്രം കണ്ടിട്ട് കടലൊരു കൊലയാളിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ 10% തികയാത്ത അവാന്തര വിഭാഗം ഇസ്ലാമിനെ പറ്റി പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരണം ഏറ്റെടുത്തതാണ് ഇസ്ലാം എന്ന സത്യമതത്തെ, ഇസ്ലാം എന്ന സമാധാന മതത്തെ, ഇസ്ലാം എന്ന ശാന്തി മതത്തെ ലോകത്ത് തെറ്റിദ്ധരിക്കാൻ ഇടവന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരീ സഹോദരങ്ങളെ, ഈ ഉമ്മമാരെല്ലാം ഓർക്കണം, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ പരിസരമുണ്ട്. ഒരു 10 വീടുകൾ നമ്മുടെ വീട്ടിന്റെ പരിസരം, നമ്മുടെ കയ്യിലുള്ള എല്ലാം അവർക്കൊക്കെ സഹായകരമാവും. പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊന്നും മതിലില്ല, ഇങ്ങനെ ബന്ദോബസ്താക്കിയിട്ടല്ല.
ഒക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ വിരുന്നുകാരൻ വന്നാൽ ആ വിരുന്നുകാരൻ അപ്പോഴേക്ക് സുപ്ര ചോദിച്ചിട്ട് അപ്പുറത്തെ പരിപ്പും, പഞ്ചസാര ചോദിച്ചിട്ട് ഈ പരിപ്പും, പ്ലേറ്റ് ചോദിച്ചിട്ട് അപ്പുറത്തെ പരിപ്പും. എല്ലാ വീട്ടിലും പണ്ട് എല്ലാം ഉണ്ടാവില്ല. ഒരു വീട്ടിൽ പിക്കാസുണ്ട്, മറ്റേ വീട്ടിൽ വെട്ടത്തുണ്ട്, മറ്റേ വീട്ടിൽ കൈക്കോട്ടുണ്ട്, പിന്നെ മറ്റേ ആ സാധനത്തിന്റെ പേരെന്താ, അങ്ങനെ കുത്തിവെച്ചിട്ട് തേങ്ങ വിളിക്കുന്ന അതിന്റെ പേരെന്താ, പാര. അതെല്ലാ വീട്ടിലും മിക്കവാറും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇരിക്കട്ടെ, അതെല്ലാ വീട്ടിലും മിക്കവാറും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ പഴയ കാലത്ത് ശീലിച്ചിരിക്കുന്നത് എന്താണ്? പഞ്ചസാര അങ്ങോട്ട് കൊടുക്കും, ഉപ്പ് ഇങ്ങോട്ട് കൊടുക്കും, സുപ്ര അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ വലിയ സഹായമായിട്ടാണ് ജീവിച്ചു പോകുന്നത് നമ്മുടെ പൂർവികർ. അതൊക്കെ നമുക്ക് വളരെ വലിയ മാതൃകയായി കാണിച്ചത്. ഇന്ന് നമ്മൾ മതിലൊക്കെ കെട്ടി ബന്ധവസ്ഥായിട്ട് നിൽക്കാൻ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഓർക്കണം, ഉമ്മപങ്ങന്മാർ ഓർക്കണം, എൻ്റെ അയൽവാസിക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ, അവർക്ക് പെരുന്നാളിന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടോ, അവരുടെ വീട്ടിലെ വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് സാധനങ്ങളുണ്ടോ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്താണോ കയ്യിലുള്ളത്, പഞ്ചസാരയാവാം, ചായപ്പൊടിയാകാം, വലുതാകാം, ചെറുതാകാം. നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തന്ന അനുഗ്രഹത്തെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി ഉപയോഗിക്കുക. ഞാൻ ഈ പ്രധാന സഭയിൽ ഒരു ഉദാഹരണവും കൂടി പറഞ്ഞു നിർത്തും. നമ്മളെ വീട്ടിൽ വളർത്തുന്ന 2 ജീവികൾ പട്ടി പ്രസവിച്ചു. പട്ടി പ്രസവിച്ചപ്പോൾ എത്ര മക്കളാണ്? പട്ടിക്ക് ധാരാളം മക്കളുണ്ടാവും. ഒരു പ്രസവത്തിന് തന്നെ കുറേ മക്കളുണ്ടാവും. അതുകൊണ്ടാണ് പട്ടിയുടെ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ നമ്മുടെ ഹൗദങ്കാരിയിൽ ടാപ്പ് വെച്ച മാതിരി വരിയായിട്ട് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പൊ അത് പട്ടിക്കും കുടിക്കും. എത്രയായാലും പട്ടിയുടെ പാല് പട്ടിക്കും പട്ടിന്റെ കുട്ടിക്കും മാത്രമേ ഉപകരിക്കുള്ളൂ. അപ്പുറത്ത് പശു പ്രസവിച്ചു എന്ന് കേട്ടപ്പോൾ നമ്പൂരിക്കും നായർക്കും സന്തോഷമായി, ഉസ്താദിനും ശിഷ്യനും സന്തോഷമായി, ഷെയ്ഖിനും മുരീദിനും സന്തോഷമായി. കാരണം നിങ്ങൾ രോഗിക്കും ആരോഗ്യമുള്ളവർക്കും സന്തോഷമായി, ഉമ്മാക്കും മക്കൾക്കും സന്തോഷമായി. പശുവിൻ പാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടാണ് നിൽക്കുന്നത്. അത് രോഗിക്കും പറ്റും, ഡോക്ടർക്കും പറ്റും, അത് വൈദ്യർക്കും പറ്റും, എല്ലാവർക്കും. ഇനി ആർക്കെങ്കിലുമൊക്കെ പാല് പറ്റൂലേ, എനിക്ക് തൈരാക്കി ഉപയോഗിക്കാം, തൈര് പറ്റൂലേ, മോരായിട്ട് ഉപയോഗിക്കാം, മോര് പറ്റൂലേ, വെണ്ണയായിട്ട് ഉപയോഗിക്കാം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ പശുവിൻ പാല് പോലെ ഉപയോഗിക്കുകയും. ഈ നല്ലൊരു സഭയിൽ നമ്മൾ ആംബുലൻസ് കൊടുത്തുകൊണ്ട്, യതീമക്കൾക്ക് വീട് കൊടുത്തുകൊണ്ട്, ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഈ സഭയിൽ ഞാനും നിങ്ങളും ഹൃദയം നിറഞ്ഞ് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു ഓശാരമായി തരുന്നോ അത് പശുവിൻ പാല് പോലെ എല്ലാവർക്കും ഉപകാരപ്രദമാക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ അള്ളാഹു അതിന്റെ സഹായം നമുക്ക് നൽകും.